നാടകോത്സവത്തിന് തൃശ്ശൂരിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 15 നാടകങ്ങളാണ്. ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നുള്ള 15 നാടകങ്ങളാണ് ഇത്തവണ അരങ്ങിലെത്തുന്നത്. ഓപ്പൺ ഫോറങ്ങളും ചർച്ചകളുമായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന തൃശ്ശൂരിലെ ഒരു പൂരം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാണാം ഇറ്റ്ഫോക്കിന്റെ കാണാക്കാഴ്ചകൾ. ഇറ്റ്ഫോക്ക് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് ഇറ്റ്ഫോക്കിന്. കാരണം ആദ്യത്തെ ഇറ്റ്ഫോക്ക് മുതൽ തന്നെ ആദ്യത്തെ ഇറ്റ്ഫോക്കിൽ പ്രചരണത്തിന് വേണ്ടി ജില്ല മുഴുവനും നാടകം കളിച്ചു തറന്ന് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇറ്റ്ഫോക്കിൽ പല ഭാഗത്തും സംഘാടക സമിതിയിലും ടെക്നീഷ്യനായിട്ടും നടനായിട്ടും കാണിയായിട്ടും ഒക്കെ ഇറ്റ്ഫോക്കിൽ പലതരത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. നമ്മുടെ ഒരു ദൃശ്യബോധത്തെ തന്നെ മാറ്റിമറിച്ച ഒരു എന്താ പറയുക ഒരു സാംസ്കാരികമായ ഒരു സംഭവം തന്നെയാണ് ഇറ്റ്ഫോക്ക്. അത് ഇപ്രാവശ്യത്തെ ചില സാമ്പത്തികമായ ചില കൺസ്ട്രെയിൻസ് കാരണം വലിയ പൊലിമയോടുകൂടി നടത്താൻ സാധിച്ചില്ലെങ്കിലും മുടങ്ങാതെ ഒരു കൊല്ലം നടത്തി. നമുക്ക് സന്തോഷമാണ്. ഇപ്പോൾ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ലോകത്തിൻ്റെ ഏത് സിനിമ ഇപ്പോൾ പുതിയ ആധുനിക സാങ്കേതിക വിദ്യ നമ്മുടെ വീട്ടിലിരുന്ന് കാണാം. നാടൻ എന്ന് പറഞ്ഞാൽ ജീവനുള്ള മനുഷ്യർ അവിടെ നിന്ന് വന്ന് നമ്മുടെ മുന്നിൽ ജീവനുള്ള മനുഷ്യർ മുമ്പിൽ തന്നെ നന്ന് ആ നാടകം കളിക്കണം. അപ്പോൾ ഒരു ഭരത് മുരളിച്ചേട്ടൻ തുടങ്ങി വെച്ചൊരു വലിയ സംരംഭം വലിയ പലപ്പോഴും ചിലപ്പോൾ നന്നായിട്ട് ചില കൊല്ലത്ത് വളരെയധികം വിപുലമായിട്ട് ചില സമയത്ത് ഇന്ന് ഈ കൊല്ലത്തെ പോലെ ചില കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമാണ്. ഏതായാലും കൂടുതൽ ആർജവത്തോടെ നാടകം ഈ ഇറ്റ്ഫോക്ക് നടക്കുക മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ്. അതേസമയത്ത് ഇവിടെ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് എൻ്റെ തിരിച്ചൊരു തറവാട്ടിലോട്ട് വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഒരു പാനൽ ഡിസ്കഷനിൽ ഇരിക്കാൻ പറ്റിയത്. അതും ഒരു എന്താ പറയുക, എൻ്റെ ആദ്യത്തെ ഇറ്റ്ഫോക്ക് 13 കൊല്ലം മുന്നേ. അന്ന് തൊട്ട് അത് ഡ്രാമ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു. അതിനോട്ട് ഇപ്പോൾ ഈ ഒരു 13 വർഷത്തിന് ശേഷം ഇവിടെ ഒരു പാനലിൽ ഇരിക്കുന്നത് പോലും ഒരു വളരെ രസമുള്ളൊരു ജീവിതത്തിൻ്റെ ഒരു എന്തൊരു വളർച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കെന്നും ഇതൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഇവൻ്റാണ് എൻ്റെ ജീവിതത്തിൽ. എല്ലാ വർഷവും ഞാൻ കാത്തിരിക്കുന്ന ഒരു ഇവൻ്റ് കൂടിയാണ്. സിനിമ ജീവിതത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പിൽ നാടകങ്ങൾ എത്രത്തോളം പങ്കുവച്ചിട്ടുണ്ട്? നാടകം തന്നെ പങ്കുവച്ചിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ ഒരു കോവിഡ് സമയത്താണ് ഞാൻ സിനിമയിലോട്ട് തിരിയുന്നത്. അതുവരെ സ്ഥിരമായിട്ട് നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്തിട്ടുള്ളതും പഠിച്ചതും ഒക്കെ നാടകം തന്നെയാണ്. അപ്പം എന്താ പറയുക, നാടകങ്ങളില്ലെങ്കിൽ ഒരിക്കലും വരില്ലായിരുന്നു ഈ സിനിമയിലോട്ട്. കഴിഞ്ഞ വർഷം 2-3 കണ്ടിട്ടുണ്ടായിരുന്നു. സെലക്റ്റീവായിട്ട് നമുക്ക് ചൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ. ഈ വർഷം ഒരുപക്ഷെ ഉണ്ടാവില്ലായിരുന്നു. എല്ലാവരും കൂടി മുൻകൈ എടുത്ത് സമരം ചെയ്ത പോലെ അത് വീണ്ടെടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊരു തൃശ്ശൂരിന് പോലും അഭിമാനമായിട്ട് കേരളത്തിന് അഭിമാനമായിട്ടുള്ളൊരു ഫെസ്റ്റിവൽ പല സ്ഥലത്തും ഇപ്രാവശ്യം എനിക്ക് പ്ലാനിങ് കുറച്ച് അത്രയും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് കേട്ടത്. ബിക്കോസ് ഇറ്റ് വാസ് എ സഡൻ ഡിസിഷൻ. പക്ഷേ ഇത് നിലനിൽക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. നാടകത്തിന് അത്രയും താല്പര്യമുള്ള നാടക പ്രവർത്തകരും എല്ലാവരും ഉണ്ട് ഇവിടെ. ഇപ്പോൾ മുഖ്യധാരയിലുള്ള നാടക പ്രവർത്തകരൊക്കെ ഉണ്ട്. അത് തന്നെ ഒരു സ്പിരിറ്റാണ്. സോ ഇറ്റ്സ് എ ഗുഡ് മൂവ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കും. പുതിയ നാടക സംസ്കാരം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ, ചെറുപ്പക്കാരിൽ അമിതമായ മയക്കുമരുന്നുകളുടെ ഉപയോഗം, ഇതെല്ലാം നമ്മുടെ സംസ്കാരത്തെ എത്രമാത്രം ബാധിക്കുന്നു എന്നതിനെ അധികരിച്ചുള്ള നാടകങ്ങളാണ് ഇനി വേണ്ടത്. കാരണം നമ്മൾ വെറുതെ ഇങ്ങനെ ഉപരിപ്ലവമായ സബ്ജക്റ്റുകൾ ചർച്ച ചെയ്തുകൊണ്ട് അതിലൂടെ മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. കാരണം അടിസ്ഥാനപരമായുള്ള കാര്യം, പഴയ കാലത്ത് തോപ്പിൽ ബാസി എന്ന് പറയുന്ന മഹാനായ നാടകകൃത്ത് കുഷ്ഠരോഗത്തെക്കുറിച്ച് ഏറ്റവും വലിയ നാടകം രചിച്ചിട്ടുള്ളതാണ്. അതുമാതിരി ഇപ്പോഴത്തെ നാടകകൃത്തുക്കൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ അധികരിച്ചുള്ള നാടകങ്ങൾ എഴുതാൻ അറിയാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇത്രയും നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളുടെ നിലയിൽ ഇത്രയും കാലത്തെ ഒരു നാടക ജീവിതത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് കരിയറിൽ എത്രത്തോളം ഗുണം ചെയ്തിട്ടുണ്ട്? നാടകത്തിൽ ഞാൻ കാളിദാസകലാലയത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അത് കരിയറിൽ ഗുണം ചെയ്തിട്ടുണ്ടോയെന്നല്ല, ഏറ്റവും കൂടുതൽ ആളുകളെ എനിക്ക് സംവിധാനം ചെയ്യാൻ കഴിഞ്ഞു
എന്നുള്ളതാണ് എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു ഇത്. ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ അതിന് കുറേ പ്രത്യേകതകളാണ്. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നാടകങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ആ നാടകങ്ങൾ കാണാം. ഇവിടെ വരുന്ന ഫെസ്റ്റിവലിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് മറ്റൊരു തരത്തിലായിരിക്കും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനങ്ങനെയാണ് കാണുന്നത്. കാരണം ഇവിടെ എൻ്റെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളല്ല. ഇപ്പോൾ ഈജിപ്തിൽ നിന്നൊരു നാടകം വന്ന് ചെയ്തതെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഇഷ്ടപ്പെട്ട കാറ്റഗറിയിലായിരിക്കില്ല അത്, പക്ഷെ അവരെന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്, ആ നാട്ടിൽ അതെങ്ങനെയാണ് അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് തുടങ്ങിയുള്ള നമ്മുടെ ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഒരു അപ്ഡേഷൻ കൂടെയാണ് ഫെസ്റ്റിവലുകൾ. ആ രീതിയിൽ ഓരോ ഫെസ്റ്റിവലുകളും പുതിയ പുതിയ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും തരുന്നുണ്ട്. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിടത്തോളവും അത് തന്നെയാണ് അനുഭവം ഉണ്ടായിരുന്നത്. വളരെ നല്ല നാടകങ്ങളുണ്ട്. ഇന്ത്യൻ നാടകങ്ങളിൽ തന്നെ ഹൈവദന വളരെ നന്നായി ചെയ്തതാണ്. നൈറ്റ്സ് നല്ല നാടകമാണ്. അപ്പോൾ ഇന്ന് കളിച്ചിരിക്കുന്ന പ്രോജക്റ്റ് ഡാർലിംഗ് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത്രയും പവർഫുള്ളായ മറ്റൊരു പെർഫോമൻസ് അടുത്ത കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത്രയും വരെ ഭയങ്കര ഹാപ്പിയാണ്. It's been very nice, and yeah, I feel the whole atmosphere is so focused on discussing and presenting very thoughtful artworks, and even everyone around has like such a wonderful, mind towards art, towards theatre, and towards like just making something, creating, expressing. So it's been really wonderful experience. What about Malayalam dramas? I'm watching one tomorrow, Okay. and I'm very excited about that also. I have like many friends who work in theatre here, and I'm also very interested in the traditional art forms from Kerala, and so I'm really excited to see like the contemporary works that are here, of course. And yeah, I'm going to watch tomorrow. I've not seen as yet right now in the festival. ഞാൻ നാടക പ്രവർത്തകനാണ്. എനിക്ക് എഡ്യൂക്കേറ്റബിളായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് എന്നെ നന്നായിട്ട് മാറ്റിമറിച്ചിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു ഫെസ്റ്റിവലാണ് ഇറ്റ് ഫോക്ക്. നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ അത് നമ്മളെ ബാധിച്ചു കഴിഞ്ഞു. അതിങ്ങനെ ഒഴിവാക്കുന്നിടത്ത് നമ്മൾ ബ്ലോക്കഡാവും. അതാണ് നമ്മളെപ്പോഴും സർക്കാർ അത് ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വാശി പിടിക്കുന്ന കാരണം നമ്മളെ സ്വാധീനിച്ച് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഫോക്ക് എന്ന് പറഞ്ഞാൽ അത് ഫെസ്റ്റിവലാണ്, അത് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും കാലങ്ങളിൽ നിന്നും നാടകമൊക്കെ നമ്മുടെ നാടുകളിലേക്ക് വന്ന് ചേരുകയും നമുക്ക് കാണാൻ പറ്റുക, അതിൻ്റെ പേര് ആളുകൾ ഒത്തുകൂടുക എന്നൊക്കെ പറയുന്നതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, എനിക്കത് വാക്കുകളില്ല. ഞങ്ങൾ കോട്ടയം MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് എന്നാണ്. അപ്പം നമ്മുടെ നാടകം എഴുതുന്നുണ്ട്. ഇന്ന് നാളെ ഉണ്ട് 6ാമത്തെ പേരിൽ 7:00 ഷോ, കാണാൻ മറക്കരുത്. അതെവിടെ നാടകം ചെറുതിലെ മുതൽ അച്ഛനൊക്കെ നാടകം കഥാപ്രസംഗമൊക്കെ ചെയ്യും. അപ്പം കേട്ടും കണ്ടുമൊക്കെ വളർന്നുകൊണ്ട് അതിനോട് താല്പര്യമുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി വന്നപ്പോഴാണ് കുറച്ചുകൂടി നമ്മളെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റും. അപ്പം നാടകത്തോട് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ ജനുവരി 1 ലെറ്റേഴ്സിൻ്റെ ഫൗണ്ടേഷൻ ഡേ. അപ്പം നാടകമാണ് ചെയ്തു വരുന്നത്. അങ്ങനെ ചെയ്ത ഒരു നാടകമാണ് 6ാമത്തെ പേരിൽ. അതാണ് നമ്മുടെ സെലക്ഷൻ കിട്ടുന്നത്. ഇവിടെ വന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മൾ നാടകം കളിക്കാൻ പോകുന്നതും മറ്റു നാടകങ്ങൾ കാണാനുള്ള നല്ല എക്സൈറ്റഡാണ്. പൊതുവിൽ എല്ലാ വർഷത്തേക്കാളും കുറവ് നാടകങ്ങളാണ് ഇപ്രാവശ്യം ഉള്ളത്. കാരണം അതിൻ്റെ മുന്നത്തെ പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഇരട്ടി നാടകങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ആകെ 15 നാടകങ്ങളാണുള്ളത്. 3 മലയാള നാടകങ്ങളും പിന്നെ 5 ഇൻ്റർനാഷണൽ പ്ലേസും പിന്നെ മൊത്തത്തിൽ ഇന്ത്യക്കകത്തുനിന്നുള്ള നാടകം. അപ്പോൾ ഇപ്പം ഞങ്ങളിപ്പം നാടകം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം ഞാനിപ്പം MTA ഫസ്റ്റ് ഇയറാണ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ. ഇപ്പം നമുക്ക് ഈ ഇറ്റ്ഫോക്കിൻ്റെ സമയത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന പുതിയ തരത്തിലുള്ള എന്തെങ്കിലും അതിൻ്റെ സാങ്കേതികപരമായിട്ടും അല്ലാതെ അതിൻ്റെ മേക്കിങ്ങിനുള്ള പുതിയ തരത്തിലുള്ള എന്തെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ നാടകങ്ങൾ കണ്ടതിൽ നിന്ന് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം മുൻകാലത്തുള്ള നാടകങ്ങളെ അപേക്ഷിച്ച് വളരെ ഗംഭീരമെന്ന് പറയാനുള്ള അത്ര അല്ല ഗംഭീരമെന്നല്ല, എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും കിട്ടിയെന്ന് പറയാനുള്ള അതുപോലുള്ള അത്തരത്തിലുള്ള നാടകങ്ങളൊന്നും ഞങ്ങളില്ല. ഇപ്പം മൊത്തത്തിലിപ്പോൾ ഒരു 5 നാടകം കണ്ടു ഞാൻ. അപ്പോൾ 5ലും എനിക്ക് ഞാൻ
മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ള നാടകങ്ങളെ അപേക്ഷിച്ചിട്ട് കണ്ടിട്ടുള്ളതിൽ എനിക്ക് അത്ര നന്നായി തോന്നിയിട്ടില്ല. സെലക്ഷൻ ആണെങ്കിലും നാടകത്തിനെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിലുള്ളതായാലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള നാടകങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ സംവിധായകരുടെ പല കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള കലാസൃഷ്ടികൾ കാണാനും അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യസ്തമായ രാഷ്ട്രീയങ്ങൾ ചർച്ച ചെയ്യാനുള്ളൊരു വേദിയായിട്ടാണ് ഇറ്റ്ഫോക്കിനെ കുറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതൊരു സെലിബ്രേഷൻ മൂഡാണ് ശരിക്കും പറഞ്ഞത്. അതായത് പല രീതിയിലുള്ള പല സംസ്കാരത്തിൽ നിന്ന് വരുന്ന ആളുകളെ പ്രത്യേകിച്ച് നാടകത്തിന് ചേർത്ത് നിർത്തുന്ന കുറേ ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിരുചിയുള്ള ആളുകൾ തമ്മിൽ പരിചയപ്പെടാനും അവരായിട്ട് സൗഹൃദങ്ങൾ പങ്കുവയ്ക്കാനും ഈ കാഴ്ചയുടെ വ്യത്യസ്തമായിട്ടുള്ള ആ കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നുകൊണ്ടുള്ള ചർച്ച. അപ്പോൾ വൈരുദ്ധ്യങ്ങളുണ്ടാവും, ചിലതിൽ സമരസപ്പെട്ടു പോകേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ശരിക്കും പറഞ്ഞാൽ വൈഡായിട്ടുള്ള ഒരു ചർച്ചയുടെ ഒരു വേദിയായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഴ്ചയുടെ വസന്തം എന്ന് പറയുന്നത് നാടകം ബേസിക്കലി ഒന്നാണെങ്കിലും കൂടിയിട്ട് ഓരോ ഏരിയ അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മാറുമ്പോൾ അല്ലെങ്കിൽ ജില്ല മാറുമ്പോൾ അതിനൊരുപാട് വ്യത്യസ്തതകളുണ്ട്. അത് കാഴ്ചപ്പാടിൻ്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ഒരു പെർസ്പെക്റ്റീവിൽ മാത്രം നിന്നുകൊണ്ട് കാണുന്നതിനേക്കാൾ അപ്പുറത്ത് വൈഡായിട്ടുള്ള ചിന്താഗതികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലോകനാടകങ്ങൾ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് അവർ ചെയ്യുന്ന ചില സങ്കേതങ്ങൾ അത് നമ്മളുടെ സംസ്കാരത്തിലേക്ക് ഒരു പക്ഷെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ വൈരുദ്ധ്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് നമുക്ക് തോന്നാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള പല കാഴ്ചപ്പാടുകളുടെ ഒരു സമ്മേളനമായിട്ടാണ് ഇറ്റ്ഫോക്കിനെ ഞാൻ കാണുന്നത്. ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. ഞാൻ 2017 മുതൽ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമാണ്. പിന്നെ തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആദ്യത്തെ ഒരു ട്രാൻസ്ലേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവുന്നുണ്ട്, മഴവിൽ ധ്വനി എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ വർഷം തന്നെ നമ്മൾ ഇറ്റ്ഫോക്കിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇനോഗ്രൽ ഡ്രാമ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ 2019 ഞാൻ അസിസ്റ്റൻറ്റ് സ്റ്റേജ് മാനേജറായിരുന്നു ഇറ്റ്ഫോക്കിൻ്റെ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ വന്നു, പുരാണങ്ങൾ പുനർജനിക്കുമ്പോൾ, അത് സ്കൂൾ ഓഫ് ഡ്രാമയിലായിരുന്നു. പിന്നെ നാടകത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർഷത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ ഞാൻ ഫാക്കൽറ്റി മെമ്പറായിട്ട് ഇത് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് തിയേറ്ററായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പിന്നെ ഇറ്റ്ഫോക്ക് എപ്പോഴും ഒരു കൾച്ചറലായിട്ടുള്ള ഒരു സ്പേസ് വരുന്നുണ്ടല്ലോ. അത് മാത്രമല്ല ഒത്തിരി ഇന്നോവേറ്റീവായിട്ടുള്ള പെർഫോമൻസും അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറുകളെ ഡെവലപ്പ് ചെയ്യാനും അതിനെ പെർഫോം ചെയ്യുന്നത് കാണാനും അതിൻ്റെ ഡിബേറ്റബിൾ ആവാനും പറ്റുന്ന ഒത്തിരി അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുതന്നെയാണ് ഇറ്റ്ഫോക്കിൻ്റെ എന്താ പറയുക അതിൻ്റെ ഒരു ഓരോ വർഷവും ഇറ്റ്ഫോക്കിന് അതിൻ്റേതായിട്ടുള്ള ടൈറ്റിലും ഉണ്ടല്ലോ. അപ്പോൾ റെസിസ്റ്റൻസ് ആണ് ഇപ്രാവശ്യത്തെ ഒരു ടൈറ്റിൽ. അപ്പോൾ അത് പ്രതിരോധം എല്ലാ മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കത് ചെയ്യാൻ കഴിയട്ടെ എല്ലാ അവസരത്തിലും കലയിലൂടെ അങ്ങനെ പ്രതിരോധം തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ കരുതുന്നത്. അല്ല, ഞാനിത് 2012 ആദ്യമായിട്ട് ഇറ്റ്ഫോക്കിൽ പങ്കെടുക്കുന്നത്. നാടകമായിട്ട് പല നാടകമായിട്ടും അല്ലെങ്കിൽ നാടകമില്ലാതെയും ഇവിടെ വരാറുണ്ട്. കാരണം ഞാൻ 2001 മുതൽ നാടക പ്രവർത്തകനാണ്. ഞാൻ അഭിനയ ടീച്ചർ റിസർച്ച് സെൻ്റർ എന്ന നാടക സംഘത്തിന് ട്രിവാൻഡ്രത്തുമായി ബന്ധപ്പെട്ടും മാനവീയ വീതിയായിട്ട് ബന്ധപ്പെട്ടും പ്രവർത്തിക്കുന്ന ആളാണ്. ഞാനൊരു എഴുത്തുകാരനാണ്. ഒരു കവിത എഴുതുന്നുണ്ട്, പുസ്തകങ്ങൾ എഴുതുന്നുണ്ട്. അപ്പം നാടകത്തിലൂടെയാണ് നമുക്കെല്ലാം ഈ സൗഹൃദങ്ങളെല്ലാം ഉണ്ടായത്. അപ്പം നാടകം വിട്ടുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇവിടെ എല്ലാ തവണയും ഒരു തവണയെങ്കിലും ഇവിടെ വരണമെന്നത് ഞങ്ങളുടെ ഒരു തീരുമാനമാണ്. ഇവിടെ എത്തണമെന്ന് ഇറ്റ്ഫോക്ക്. അതായത് കഴിഞ്ഞ ഇറ്റ്ഫോക്കിൻ്റെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും ശോകമായിട്ടുള്ള ഒരു ആൾക്കൂട്ടത്തെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം അത്രയും കാണികളില്ല, ആരും വരുന്നില്ല. നമ്മൾ പരിചിതമായ പല മുഖങ്ങൾ നോക്കുമ്പോൾ ആരെയും കാണാനില്ല. നാടകത്തിൻ്റെ സെക്ഷൻസ് തന്നെ എടുത്ത് നോക്കിയാലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വന്നിട്ടില്ലെന്നാണ് ഇതുവരെയും. അല്ലെങ്കിൽ ഒന്നാം ദിവസം തൊട്ട് തന്നെ ഇവിടെ ആൾ നിറയേണ്ടതാണ്. ഇതുവരെയും ആൾക്കൂട്ടം ഇവിടെ എത്തിയിട്ടില്ല. ഇറ്റ്ഫോക്ക് ഈ കൊല്ലടക്കം 15 വർഷമായി. മുരളിയേട്ടനാണ് തുടക്കം കുറിച്ചത്. ഏറ്റവും ജനകീയമായിട്ടാണ് ഈ മുരളിയേട്ടൻ്റെ സമയത്ത് എല്ലാവർക്കും കാണാവുന്ന വിധത്തിലാണ് ഇറ്റ്ഫോക്ക്
ആദ്യത്തെ 2 വർഷം നടത്തി. ടിക്കറ്റില്ലാണ്ട് പൊതുജനങ്ങൾക്ക് മുഴുവൻ കാണാവുന്ന വിധത്തിൽ ആണ് ഈ ഇറ്റ്ഫോക്ക് നടത്തുന്നത്. അപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത്രയും ജനുവരിയിൽ നടക്കുന്നത് ഈ ഫെബ്രുവരിയിലേക്ക് ആക്കിയിട്ടുള്ളത്. ഫെബ്രുവരിയിൽ ഇപ്പോൾ ഈ ഇറ്റ്ഫോക്ക് നിങ്ങൾ ഇതിന് മുമ്പത്തെ വർഷങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇതൊരു ഉത്സവമാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഉത്സവമാണ് ഇറ്റ്ഫോക്ക്, ഇൻ്റർനാഷണൽ നാടകോത്സവം എന്ന് പറയുന്നത്. അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ഒരു നൈതികമായിട്ടുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിന് ഒരു രാഷ്ട്രീയ നിലപാട് വെച്ചുകൊണ്ട് ഒരു പുതിയ മാർഗം, അതായത് കച്ചവടത്തിന് ഒരു പ്രാധാന്യമില്ലാതെ നടത്തുന്ന ഫെസ്റ്റിവലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് ഇപ്പോൾ വാണിജ്യമായിട്ടുള്ള കാര്യങ്ങളല്ല, വളരെ നിസ്സാര പൈസയ്ക്കാണ് ഒരു എൻട്രി വെച്ചിട്ടാണ് ഈ ഇറ്റ്ഫോക്ക് നടത്തുന്നത്. വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന നാടകങ്ങളും അതൊക്കെ മലയാളിക്ക് ഒരു പുതിയ അനുഭവമാണ്. കേരളത്തിൽ ഇങ്ങനെ നാടകോത്സവം നടത്താറുള്ളത്. നമുക്കറിയാം ഈജിപ്ത് നാടകം, അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് കാലത്ത് നടന്നുള്ള നൈറ്റ്സ് എന്നുള്ള നാടകം, അതുപോലെ ഈ ഇറാൻ നാടകമുണ്ട്, റഷ്യൻ നാടകമുണ്ട്. അതിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടാണ് പുതിയ ടെക്നോളജി ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാടകം ജനങ്ങളായിട്ട് സംവാദിക്കുന്നതാണ് എൻ്റെ നാടകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വെറുതെ ഒരു നാടകം കാണുന്നതല്ല, അതിന് സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നാടകങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും പുതുമ നിറഞ്ഞതാണ് ഇറ്റ്ഫോക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ വളരെ നിരാശ നമുക്ക് തോന്നും. ഇങ്ങനെയും നല്ല ഇവിടെ ഈ നേരത്തൊക്കെ ഒരുപാട് പരിപാടികൾ ഇവിടെ ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾ നടത്താറുണ്ടായിരുന്നു. നാടൻ പാട്ടുകളും അതിനുള്ള ഗാനങ്ങളൊക്കെ ആരംഭിച്ചുകൊണ്ട് പ്രവർത്തകർ ഒരു ഉത്സവമാണ് അതാണ് പറ്റുന്നത്. ഇപ്പോൾ ഇത് എന്തുകൊണ്ടോ പങ്കാളിത്തം വളരെ കുറവാണ്. എന്നിരുന്നാലും ഇറ്റ്ഫോക്ക് എന്ന് പറഞ്ഞത് ഒരു വേറെ അടുത്ത കൊല്ലം ഇതിന് ഭംഗിയായിട്ട് നടക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല, ഈ നാടകങ്ങൾ ജനങ്ങൾ കാണും. നാടകത്തിൽ മാർക്സിൻ ഗോർക്കി പറഞ്ഞ പോലെ കലാകാരന്മാരും സർക്കാരന്മാരും എങ്ങനെയാണ് നിങ്ങൾ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നതും കൂടി നമുക്കിവിടെ ഈ നാടകങ്ങൾ കണ്ടാൽ. അത് പ്രഹത്തിൻ്റെ നാടകങ്ങളാണെങ്കിൽ പ്രഹത്തിൻ്റെ നാടകങ്ങളില്ല, സൊട്ടാനിലെ ശ്രീ എന്നൊക്കെ പറയുന്നത് വളരെ കണ്ടംപററിയിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. ചെക്കോവിൻ്റെ നാടകങ്ങളൊക്കെ ഏത് സമയത്തും അതിനെ ഫാസിസ്റ്റുകൾക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടുത്താം എന്നുള്ളത് ആണ് അതിൻ്റെ പ്രത്യേകത. വെറുതെ നാടകം കാണുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം വളരാൻ തന്നെ നാടകത്തിലൂടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി അങ്ങനെ ഒരുപാട് KPCയുടെ നാടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിവിടെ ഇറ്റ്ഫോക്ക് ഇനിയും ആളുകൾ കാണണം, അത് കൂടുതൽ ആളുകൾ പങ്കെടുപ്പിക്കാനായിട്ട് ഈ ഇറ്റ്ഫോക്കിന് കഴിയട്ടെ. ഇതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു.